ഗൈസ്, നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ നമ്മുടെ സ്വന്തം നമ്മുടെ രാജ്യം ഇന്ത്യയുടെ വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. ജനിച്ചു വളർന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ ഇന്ത്യയുടെ കുറച്ച് പിള്ളേർ യൂറോയിൽ പോയി യൂറോ കപ്പ് അടിച്ചിട്ട് നമ്മുടെ ഇന്ത്യ എയർപോർട്ടിലൂടെ ഇന്ത്യൻ ഫ്ലാഗും കൊണ്ട് വരുന്ന വീഡിയോ ഇപ്പം വൈറലായിരുന്നു. ഇപ്പം വൈറലല്ല, കുറച്ച് മുമ്പ് വൈറലായിരുന്നു. ഇപ്പം വൈറലായിട്ടില്ല. മെസ്സി സ്പെയിൻ എമാലിനെ കുളിപ്പിക്കുന്ന വീഡിയോ, അതാണ് ഇപ്പോൾ വൈറൽ. പിന്നെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബൈ. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നിടാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യ, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ. നിങ്ങൾ അറിഞ്ഞു കാണും, യൂറോപ്പിൽ പോയി നമ്മുടെ കൊച്ചു പിള്ളേർ ഇന്ത്യ ടീംസ് യൂറോ കപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫ്ലൈറ്റിൽ കൂടാം. പിന്നെ ഇന്ത്യ ഒരു നാൾ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ ഇന്ത്യയുടെ പിള്ളേർ വലുതായി. ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ അവരെയും കാണും. ഇപ്പം ക്രിക്കറ്റിന് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയുടെ പിള്ളേർ കാണും. ഓക്കെ, മാച്ച് സ്റ്റാർട്ടായി. നമ്മൾ മാച്ച് സ്റ്റാർട്ടാക്കിയേക്കാണ്. ഓക്കെ, വൺ ഡേ അവരും കാണും ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ. ഇനി എനിക്ക് കുറ്റം പറയാനുണ്ട്, കാരണം ഇപ്പോൾ ഇറങ്ങിയോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. കൺട്രോൾ ഇല്ല കേട്ടോ ഇതിനകത്ത്, കാരണം നമ്മൾ ഇടുന്ന സ്ഥലത്തോട്ടല്ല അവരടിക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെയാണ് കേട്ടോ പിടിച്ചിരിക്കുന്നതിനകത്ത്. അങ്ങോട്ടാണെങ്കിൽ ചെന്ന് നിൽക്കുന്നത് അവരുടെ കാലിലോട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. നൈസ് ഗോൾ. പന്ത് കൊണ്ട് ഏതെങ്കിലും ഒരു വയലിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഫ്ലക്സ് പൊങ്ങും. അത് നമ്മൾ കണ്ടുകൊണ്ട് നേരിട്ട് കാണാം. Nice, just miss. സിനിമ കണ്ടോണ്ടാണ് പിന്നെ ഞാൻ ഇതാക്കി വെക്കുന്ന സിനിമയുടെ സൗണ്ട് കേൾപ്പിക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെന്ന്. ഞാനിപ്പോൾ കാണുന്ന സിനിമയുടെ പേര് ബാംഗ്ലൂർ ഡേയ്സ്. ഓക്കെ, അതിൻ്റെ ഇതിലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പണ്ടേ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ അവരെയും കാണും ഒരു ദിവസം. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതെല്ലാം പറയാൻ പറ്റാത്തത്. പിന്നെ ഞാനേ ഒരു സിനിമ ഉണ്ട്, അതിനകത്ത് ഇടണമെന്ന് എനിക്കൊരു ഞാനേ ഒരു ഷോർട്സ് വീഡിയോ ഇടും. ആ വീഡിയോയ്ക്ക് 5 ലൈക്കും 2K വ്യൂസും അടിച്ച നിങ്ങൾക്ക് പറയുന്ന 5 ലൈക്ക് ഞാൻ പറയുന്നത് 5 ലൈക്കും 2K വ്യൂസും അടിച്ച ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് പാർട്ടാണ് ഉണ്ടാക്കിയത്.
ചുമ്മാ നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയാണ് കേട്ടോ. അതിനകത്ത് ക്യാരക്ടറല്ല, ആഡൊരു പോലത്തെ ഒരു പിക്ചറാണ്. ഞാൻ പറയുന്നത് 2K വ്യൂസും 5 ലൈക്ക് അടിച്ച് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ വീഡിയോ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താ പറഞ്ഞില്ല, എങ്ങോട്ട് അടിക്കുന്നു, പക്ഷെ അതിന് കൺട്രോൾ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇടയ്ക്കൂടെ കൺട്രോൾ കിട്ടുമ്പോഴാണ് ഞാൻ ഗോൾ അടിക്കുന്നത്. ഫ്രണ്ടില് ആൾക്കാരിങ്ങനെയൊക്കെ നമ്മളെന്ത് ചെയ്യണം അറിയോ, ഇവിടുന്ന് ഇങ്ങനെ അടിച്ചടിച്ച് വിടണം. അതാകുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം, അവരങ്ങ് ഇളകുമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവും. അപ്പോൾ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവായി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് ഓടിപ്പോവും. അപ്പം നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും. ഓക്കെ, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ. നമ്മളിപ്പം 4-0 ഓക്കെ. ഇല്ല, പിള്ളേരൊന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഈ ഗെയിമിനൊരു കുഴപ്പമുണ്ട് കേട്ടോ, എല്ലാ പേരും തെറ്റിച്ചായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ചിലതൊക്കെ ഞാൻ റെഡിയാക്കും, ചിലതൊന്നും ഞാൻ റെഡിയാക്കത്തില്ല. അങ്ങനെയാണ് കുഴപ്പം വരുന്നത്. അതിനകത്തൊന്നും തൊട്ടിട്ട് പോലുമില്ല, റെഡിയാക്കിയിട്ട് പോലുമില്ല. ചിലതിൻ്റെ ഒക്കെ ശരിയായിട്ടായിരിക്കും വരുന്നത്. അതാണ് ഈ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്. അത് റെഡിയാക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നമുക്ക് മറ്റേ നെയിം ചേഞ്ചിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പേര് മാറ്റാവുന്നതാണ്. എന്നുവെച്ചാൽ കറക്റ്റ് സ്പെല്ലിങ് അടിച്ച് ഇതിടാം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അടിക്കാവുന്നതാണ്. കാരണം തെറ്റ് സ്പെല്ലിങ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ റിയൽ സ്പെല്ലിങ്സ് അതിൽ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി. ഇത്രയായിട്ടും തീർന്നില്ലേ? അതെന്ത് സംഭവം? അതെന്തൊരിതാണ്? 8 മണിക്കൂറായി, 8 മിനിറ്റായി. 8 മിനിറ്റ് 20 സെക്കൻഡുമായി. ഇപ്പം ഇതുവരെയായിട്ടും തീർന്നില്ല. തീർന്നെന്ന് തോന്നുന്നു. തീർന്നല്ലേ അത്? തീർന്നു. അപ്പം നമ്മൾ ഇന്നത്തെ മാച്ച് ഇത്രയുമുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും ഞാൻ പറയുകയാണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും. ഓക്കെ, ബൈ.